6 പോർട്ടലാണ് കേട്ടോ ഇന്ന്. ഇന്നൊരു കോട്ടുണ്ട്. കർത്തവ്യങ്ങൾ ഈശ്വരാർപ്പണമാക്കൂ, സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. സറണ്ടർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ കർത്തവ്യങ്ങൾ നമ്മൾ എൻ്റെ ടാസ്ക് ഞാൻ തന്നെ ചെയ്യണം, മീൻസ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടൊന്നും ഞാൻ വാങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മളുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കർമ്മം കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റി ചെയ്യുന്ന മുന്നേ സറണ്ടർ ചെയ്യാം, എന്നിട്ട് ചെയ്യാം. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഞാൻ ഇന്നലെ 6 പോർട്ടലിൻ്റെ എനർജി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാരോ റീഡിങ് വഴി. പിന്നെ ഞാൻ ടാരോ റീഡിങ് ചെയ്യുന്നത് കുറച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ ഇന്നലെ 2 കമൻസ് കണ്ടു, വെറുതെ ബോറടിപ്പിക്കാതെ കാര്യം പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലാണ് ഇവിടെ, ഇത് ഫ്രീ ആയിട്ട് ഞാൻ റീഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് കാര്യം പറഞ്ഞു പോകുന്നിടത്ത് നിങ്ങൾ ഒന്നാമത് അവർക്ക് വിസ്റ്റമില്ലാത്തവരാണ്. കാരണം ടാരോ റീഡിങ് എന്താണെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്. കാരണം അവർക്ക് ഒരു കാര്യം അറിയ കുറച്ച് സ്വാർത്ഥരായ ആളുകളാണ് അങ്ങനെ പറയാം. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രം അറിയണ്ടോ എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ 25 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. സോ അത് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നത്, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്നതല്ല. ആ സമയത്ത് എനിക്കിങ്ങനെ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വേറെ ചാനൽസ് അപ് ടു ദ മാർക്ക് പറയുന്നതിലേക്ക് പോവാം, ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതലും സ്പിരിച്വലി എൻഹാൻസ് ആവാൻ എന്താ പറയുക, നല്ല രീതിയിൽ മാറണം എന്നുള്ളവർ നിന്നാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്ക് 2 പേരാണ് മാറുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പേരിനൊക്കെ ആർക്കാണോ ആ ഹീലിംഗ് കിട്ടുന്നത് അവർ നിൽക്കട്ടെ. എൻ്റെ ചാനൽ ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല, ചോദിക്കാതെ ഞാൻ കൊടുക്കാറില്ല. എൻ്റെ ഗ്രൂപ്പ്സിക്കൊന്നും ഞാൻ ഇടാറില്ല. കാരണം കാണേണ്ടവർ കാണട്ടെ, അതാണ് എൻ്റെ ഒരു മെന്റാലിറ്റി കേട്ടോ. ഇന്ന് നമ്മൾ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ഫോർ ടുഡേ നോക്കാം. 6 പോർട്ടലാണ്, ബാലൻസ് ആൻഡ് ഹാർമണി ആണ്. റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. 6, 9 ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയില് എനർജിയെ പറ്റിയിട്ട്. എൻ്റെ 11th നമുക്ക് ഫുൾ മൂൺ വരുന്നുണ്ട്. സ്ട്രോബെറി മൂണാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യത്തെ മൂണിനെ പറയുന്നത്. യെസ്കിൻ്റെ കാർഡ് മാനിഫെസ്റ്റ് ആണ്. നിങ്ങളെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മേ ബി അവരിങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും, അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അവർ മെസ്സേജ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇന്നലെ DM ഡ്രീം ആയിരുന്നു, മെസ്സേജ് ചെയ്യുന്നതായിട്ടോ എന്തൊക്കെയോ എൻ്റെ ചെക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ സ്പൈ ചെയ്യുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. മേ ബി അതൊക്കെ അവർ ചെയ്യുന്നത് നമുക്ക് 3D നമുക്ക് അറിയില്ല, പക്ഷെ 5D നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ്. മാനിഫെസ്റ്റ് എന്ന കാർഡ് ഉണ്ട്. റൊമാൻറ്റിക് ഫീലിംഗ്സ്, നിങ്ങളോട് ഭയങ്കര റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. കാർഡ്സ് അഡിക്ഷൻസ്, അട്രാക്ഷൻസ് ആൻഡ് മെറ്റാമോർഫോസിസ് ആണ്. ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് അഡിക്ഷൻസ് ഉള്ളത്, അഡിക്ഷനിൽ നിന്നും എല്ലാം അവർ വാങ്ങുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻസ് തോന്നുന്നുണ്ട്, എന്തോ പ്രത്യേക അട്രാക്ഷൻ, നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയൊക്കെ ഫീൽ ചെയ്യുന്നത് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് ആണ് കറന്റ്